ദുർഗ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തമ്പലയിൽ കണ്ടിട്ടുണ്ടാവും ഇന്ന് ഒരു ഗ്രഹനില വിശകലനമാണ് ചെയ്യുന്നത്. കാരണം ഓരോ പ്രാവശ്യം ഗ്രഹനില വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ വ്യത്യസ്തമായ ഗ്രഹനില വിശകലനം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിവുകൾ കിട്ടും. അതിനു വേണ്ടിയിട്ടാണ് കൂടുതലായിട്ട് ഗ്രഹനില സ്കാൻ ചെയ്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതേപോലത്തെ വീഡിയോ കാണുക. കാരണം നിങ്ങളുടെ ഓരോ ഗ്രഹനിലക്കാർക്കും വ്യത്യസ്ത അനുഭവങ്ങളാണ്, ഓരോ ജീവിതയാത്ര അനുഭവമാണ്. അപ്പോൾ ഇവിടെ ഒരു ഗ്രഹനില പ്രകാരം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ ഒരു കൊച്ചിനൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ തമ്പലയിൽ കണ്ടുപോലെ അത് എന്താണ്, ഗ്രഹനില പ്രകാരം എങ്ങനെയാണ് സൂചന തരുന്നത് എന്ന് നോക്കാം. ഒരു സുഖമില്ലാത്ത അല്ലെങ്കിൽ ഒരു ടാബ്ലറ്റ് കഴിച്ചിരിക്കുന്ന ഒരു കൊച്ച്, അതായത് ജീവിതകാലം വരെ ഒരു മാനസികമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ആലാട്ടിക്കൊണ്ടിരിക്കുന്ന കൊച്ചാണ്. അപ്പോൾ അതിന് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അത് എന്തുകൊണ്ടാന്നുള്ളത് ഗ്രഹനില നമുക്ക് സൂചന തരാം. അതിനു മുമ്പായിട്ട് ഒരു സന്തോഷ വാർത്ത വെച്ചാൽ ദുർഗ യൂട്യൂബ് മോണിറ്റേഷൻ കടമ അടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഫസ്റ്റ് 3000 വാച്ച് ടൈമിൻ്റെ കൊടുത്തു, അത് അപ്രൂവൽ വന്നു. ഇനി ഒരു 1000 സബ്സ്ക്രൈബും കൂടി വാച്ച് ടൈം കൂടി കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മോണിറ്റേഷനിലേക്ക് കിടക്കാം. ഏകദേശം ഇനിയിപ്പോൾ ഒരു 100-300 വാച്ച് ടൈം മതി. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വിനീതമായി നന്ദി മാത്രം രേഖപ്പെടുന്നു. അതുപോലെ തന്നെ എൻ്റെ ആദ്യമായിട്ട് ഗുരുനാഥന് നന്ദി പറയണു. അങ്ങനെ എന്നെ ജ്യോതിഷം പഠിപ്പിച്ച കൈകാര്യം ചെയ്ത ഗുരുനാഥന്, അതുപോലെ തന്നെ യൂണിവേഴ്സിനോട് നന്ദി പറയണു, ഈ പ്രപഞ്ചശക്തിയോട് നന്ദി പറയണു. എല്ലാവരോടും നന്ദി മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോസിലേക്ക് കിടക്കാം. അപ്പം നമുക്ക് ആദ്യം ഈ ഗ്രഹനില പ്രകാരം ഞാൻ തമ്പുലൈനെ കണ്ടുപോലെ എന്താണ് ഈ കൊച്ചിൻ്റെ പ്രോബ്ലം, അത് എന്തുകൊണ്ടാണ് ഈ ഗ്രഹനില പ്രകാരം നമുക്ക് ചിന്തിച്ച് നോക്കാം. അപ്പോൾ ഡയറക്റ്റായിട്ട് കാര്യത്തിൽ കിടക്കാം. ഇവിടെ 7/8/2001 7:30 AM ജനിച്ച പൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ ഗ്രഹനിലയാണ്. അപ്പോൾ ലഗ്നം വന്നിരിക്കുന്നത് ചിങ്ങമാണ്. 4-ൽ കുജൻ, ശിഖി ധനുവിൽ, ചന്ദ്രൻ കുംഭത്തിൽ, ശനി ഇടവത്തിൽ, ശുക്രൻ ഗുരു സർപ്പൻ. അപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ മാർക്ക് ഇടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് രാശിയെ പറ്റിയിട്ടോ കാര്യങ്ങളെക്കുറിച്ചോ അറിയില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഈ 1, 2, 3, 4 അക്ഷരങ്ങൾ എഴുതുമ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് കൊണ്ടാണ് നമുക്ക് കാര്യത്തിലേക്ക് കിടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഈ മാർക്ക് നമ്പർ ഇട്ടിട്ട് ഞാൻ ഈ ഗ്രഹനില സൂചന തരുന്നത്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കാരണം പുതിയ ഓരോ വ്യത്യസ്ത അനുഭവങ്ങളിലെ ഗ്രഹനിലയാണ് നമ്മൾ സ്കാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ കൊച്ചിൻ്റെ ജോലി എന്താണ്, അതെന്താ പഠനം എന്താണ്, ഈ കൊച്ചിന് എന്താണ് ഇപ്പോഴത്തെ പ്രശ്നം ആലട്ടിക്കൊണ്ടിരിക്കണമെന്ന് നമുക്ക് ഗ്രഹനില നോക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 7/8/2001 7:30 AM ജനിച്ച പൂരിട്ടാതി നക്ഷത്രത്തിൽ ജനിച്ച സ്ത്രീ ഗ്രഹനിലയാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് ഈ ഗ്രഹനില കാലാവസ്ഥ ഇങ്ങനെയാണ്. അപ്പോൾ ലഗ്നത്തിലേക്ക് നമ്മൾ ലഗ്നം ചിങ്ങമാണ്. ലഗ്നാധിപന് ആദ്യം ഒരു ഗ്രഹനില നോക്കുമ്പോൾ ലഗ്നം നമ്മൾ നോക്കണം. ലഗ്നത്തിന് ബലമുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ പകുതി ക്ലേശങ്ങൾ നമ്മളെ ഒരു ഗ്രഹനില പ്രകാരം ജീവിതയാത്രാനുഭവങ്ങൾ കുറച്ച് ക്ലേശകരമില്ലാണ്ട് പോകാൻ പറ്റുമെന്നുള്ളതാണ്. അപ്പം ലഗ്നാധിപനായ രവി 12ാം ഭാവത്തിൽ പോയി, ദുസ്ഥാനത്തിലേക്ക് പോയി. അതുമാത്രമല്ല ബുധനുമായിട്ട് 11ാം ഭാവാധിപനും 2ാം ഭാവാധിപനുമായിട്ട് യോഗം ചെയ്തിട്ടാണ് 12 നിൽക്കുന്നത്. അപ്പോൾ കേന്ദ്രത്തിൽ കുജനുണ്ട്, ശിഖിയുണ്ട്, ചന്ദ്രൻ 7-ലുണ്ട്, 10-ൽ ശനി, ശുക്രൻ ഗുരു. അപ്പോൾ നമുക്ക് ഈ ഗ്രഹനില പ്രകാരം കൊച്ചിൻ്റെ ജോലി നമുക്ക് നോക്കാം. ഇവിടെ നോക്കൂ, ഇവിടെ ലഗ്നത്തിൻ്റെ 4ാം ഭാവത്തിൽ കുജനുണ്ട്. 2ാം ഭാവം കൊണ്ട് ചിന്തിക്കുന്നത് വിദ്യാകാരകൻ ബുധൻ 12-ൽ പോയി. അപ്പോൾ നിങ്ങൾ പറയും വിദ്യ കിട്ടില്ല എന്ന് പറയും. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ വിദ്യാകാരകൻ ബുധൻ 12-ൽ പോയി. ഓക്കെ, 5ഉം 8ഉം ഭാവാധിപൻ ഗുരുവാണ്. 11 ലാഭസ്ഥാനത്തിൻ്റെ ശുക്രനും ഉണ്ട്. അപ്പോൾ ഇവിടെ ഈ കൊച്ചിൻ്റെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അസാധ്യ വിദ്യാഭ്യാസമാണ്. അതായത് ഒരു MBBS ഡോക്ടറാണ്. അത് കാരണം ഇവിടെ ലഗ്നാധിപനായ രവി 12-ൽ പോയാൽ എന്ന് പറയണത്, ലഗ്നാധിപൻ 12-ൽ പോയാൽ ഒരു വൈദ്യ മേഖലയിലേക്ക് സാധ്യത പറയുന്നുണ്ട്. ഇവിടെ 12-ൽ പോയത് കൊണ്ട് ദുസ്ഥാനത്തിൽ നിൽക്കുന്നത് കൊണ്ട് ആ കൊച്ചിന് വിദ്യാഭ്യാസം കിട്ടില്ല എന്ന് പറയും. വിദ്യാകാരൻ 12-ൽ പോയി, അപ്പോൾ അങ്ങനെ കൊണ്ട് വിദ്യാഭ്യാസം കിട്ടില്ല എന്ന് പറഞ്ഞാൽ ആകെ കുഴപ്പിച്ചുള്ളൂ. അങ്ങനെയല്ല, ലഗ്നാധിപൻ ഏത് രാശിയിൽ ബന്ധപ്പെടുന്നോ ആ രാശിക്ക് പുഷ്ടിമ. വിദ്യാകാരകനുമായിട്ടാണ് 12-ൽ ഈ ലഗ്നാധിപൻ യോഗം ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ഈ കൊച്ച് എന്ന് പറയുന്നത് വിദ്യാകാരകനുമായിട്ട് യോഗം ചെയ്ത് 12-ലായാലും ഈ ലഗ്നാധിപന് ഈ രവിക്ക് വൈദ്യ മേഖലയിലേക്ക് സാധ്യത കൂടുതലാണ്. അതുമാത്രമല്ല കുജൻ
നിൽക്കുന്ന രാശിയിൽ നിന്ന് 10ലേക്ക് ദൃഷ്ടിയുണ്ട്. കുജൻ 4 സ്വക്ഷേത്ര ബലവാനായിട്ട് കുജൻ 4 നിന്നുകൊണ്ട് കർമ്മഭാവത്തേക്ക് ദൃഷ്ടി. 10ാം ഭാവത്തിൽ കുജൻ നിൽക്കുമ്പോൾ നമ്മുടെ ഓപ്പറേഷൻ തിയേറ്റർ സംബന്ധമായിട്ട് ജോലി, ആയുധ മേഖല, അതേപോലെ തന്നെ IAS IPS അങ്ങനെ ഒരുപാട് ഓട്ടോമൊബൈൽ, എഞ്ചിനീയറിംഗ്, ആയുധ മേഖലയിൽ വരുമാനം ഉള്ളൊരു ആ മേഖലയിലേക്ക് വർക്ക് ചെയ്യുകയാണെങ്കിൽ, കാരണം 6, 8 8ാം ഭാവാധിപനാണ് ഗുരു. 8 എന്ന് 8ാം ഗുരുവിനും 8ാം ഭാവാധിപനും ഈ പറയുന്ന വൈദ്യ മേഖലയിലെ കാരകത്വമുണ്ട് എന്നുള്ളത് കൂടി മനസ്സിലാണ്. കാരണം 6, 8, 12 എന്ന് പറഞ്ഞ മരണം, ദുഃഖം, വേർപാട് അങ്ങനെയുള്ള സംഗതിയാണ്. മറ്റേ മുറിപ്പാടുകൾ അങ്ങനെയുള്ളതൊക്കെ അത് സംബന്ധമായിട്ടുള്ള ജോലിയാണ് ഈ ഗ്രഹനില പ്രകാരം ഉള്ളത്. 8ാം ഭാവാധി ഗുരു 10ാം കർമാധിപനുമായിട്ട് യോഗം ചെയ്ത് നിൽക്കുകയാണ്. പിന്നെ അതേപോലെ 5ാം ഭാവാധിപനാണ് കുജൻ. ആയുധകാരൻ 10ലേക്ക് ദൃഷ്ടിയുണ്ട്. ഇവിടെ 7ാം ഭാവാധിപനും 6ാം ഭാവാധിപനും അതായത് ഒരു ദുസ്ഥാനത്തിൻ്റെയും ഒരു കേന്ദ്രത്തിൻ്റെ അധിപനായ ശനി കർമ്മഭാവത്തിൽ, അതായത് കാരകൻ തന്നെ ഭാവാൽ 10ൽ നിൽക്കുന്നുണ്ട്. 10ാം ഭാവാധിപൻ 11ാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ 8ാം ഭാവം കൊണ്ട് ചിന്തിച്ചപ്പോൾ അവിടെ ഒരു വൈദ്യമേഖല ചിന്തിച്ചു, രവിയെ കൊണ്ടും ചിന്തിച്ചപ്പോൾ ഒരു വൈദ്യമേഖല ചിന്തിച്ചു. അപ്പോൾ ഈ കൊച്ച് എന്ന് പറയുന്നത് ഇപ്പോൾ വിദേശത്ത് MBBS പഠിക്കുന്ന ഒരു കൊച്ചാണ്. ഇപ്പോൾ കൊച്ച് പറഞ്ഞിരിക്കുന്നത്, എനിക്ക് ഇത് തന്നെ ഒരു രോഗം, ഈ ക്യാൻസർ പോയിട്ടുള്ള രോഗങ്ങൾ കണ്ടെത്താനുള്ളതിലേക്ക് ഒരു എന്താ പറയുക 5 വർഷം തികയാൻ പോവുകയാണ്. ഇനി ഒരു ക്യാൻസർ പോലുള്ളൊരു കണ്ടുപിടിക്കാനുള്ള അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കാൻ പോകുന്നു. അപ്പോൾ ബ്ലഡിൻ്റെ കാരകത്വം വഹിക്കുന്ന ചന്ദ്രൻ കുജനും ബന്ധപ്പെടുന്നു. കാരണം ഇവിടെ ലഗ്നത്തിലേക്ക് 12ാം ഭാവാധിപനാണ് ചന്ദ്രൻ. ഈ ചന്ദ്രൻ ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. അപ്പോൾ ലഗ്നത്തിന് ബലക്കുറവ് എന്ന് പറയുന്നില്ല. കാരണം ശുഭനായ ചന്ദ്രനാണ്. 12ാം ഭാവാധിപനായാലും ലഗ്നത്തിലേക്ക് ദൃഷ്ടിയുണ്ട്. വലിയ ബലക്കുറവ് പറയാൻ പറ്റില്ല. ഈ 4, 7, 10 എന്ന് പറയുന്നത് നമ്മുടെ ഇപ്പോൾ നടക്കുന്ന വർത്തമാന കാലത്തിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. 5ഉം 9ഉം ഇതിന് മുമ്പ്, അതായത് ഭൂതകാലത്തെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അപ്പോൾ നോക്കൂ, ബ്ലഡിൻ്റെ കാലത്തേക്കാണ് കുജൻ, ആയുധകാരകനായ കുജൻ ഈ ചന്ദ്രനെയും കുജൻ ദൃഷ്ടി ചെയ്യുന്നു. നിൽക്കുന്ന രാശി 4ലേക്ക് ദൃഷ്ടി ചെയ്യുന്നു. അതുമാത്രമല്ല കുജൻ ശനിയെയും 10ാം ഭാവത്തിലേക്കും ദൃഷ്ടി ചെയ്യുന്നു. 4ഉം 9ഉം, അതായത് ഇവിടെ കുജൻ എന്ന് പറയുന്നത് 4ൻ്റെയും ഒരു കേന്ദ്രത്തിൻ്റെയും ഒരു 9ൻ്റെയും ആധിപത്യം വഹിച്ച് യോഗകാരകനാണ്. ആ യോഗകാരകൻ 10ലേക്ക് ദൃഷ്ടി. നോക്കൂ, കുജൻ നിൽക്കുന്ന രാശിക്ക് 8ലേക്ക് ദൃഷ്ടി, അതായത് 8ാം ഭാവാധിപനെയും ദൃഷ്ടി ചെയ്യുന്നു ഗുരുവിനെ. അപ്പോൾ വൈദ്യ മേഖല തീർച്ചയായിട്ടും ഇയാൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ്. അവരിപ്പോൾ അത് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ ഗ്രഹങ്ങളെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ വിദ്യയൊക്കെ സൂചിപ്പിച്ചു. പക്ഷേ ഈ ഒരു കൊച്ചിനൊരു പ്രശ്നമുണ്ട്. അതാണ് നമ്മൾ അടിസ്ഥാനപരമായിട്ട് നമ്മൾ ഈ വീഡിയോ ചെയ്യാൻ കാരണം. എന്താണെന്ന് വെച്ചാൽ ഈ കൊച്ചിന് കുറച്ച് ഡിപ്രഷൻ പോലത്തെ പ്രശ്നമുണ്ട്. എന്നിരുന്നു കഴിഞ്ഞാൽ നമ്മൾ പറയാറില്ലേ, ഈ ഓട്ടിസം തന്നെയുള്ള കുട്ടികൾ തന്നെയില്ലേ, നല്ലപോലെ ഓട്ടിസം നിൽക്കുന്ന കുട്ടികൾ തന്നെ വ്യത്യസ്തമായിട്ടുള്ള അറിവുകൾ, ചിന്തകൾ, കമ്പ്യൂട്ടർ മേഖലയിലെ മറ്റു മേഖലയിലൊക്കെ വ്യത്യസ്തമായിട്ട്. ഇന്നാൾ കണ്ടിട്ടുണ്ടാവും നിങ്ങളൊരു ഓട്ടിസം ഉള്ള ഒരാൾ സിനിമ വരെ എടുത്തിട്ട് ആൾക്കാരില്ലേ, ഒരു ആളുടെ പേരെന്ത് എനിക്കറിയില്ല, ഒരു സിനിമ വരെ എടുത്തില്ലേ. അതേപോലെ തന്നെ ഈ കൊച്ചിനും ഒരു പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞു വെച്ചാൽ, അത് ഗ്രഹനില പ്രകാരം കൊച്ചിന് ചെറിയ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡിപ്രഷനാണ്. അപ്പം അതിൽ ഒരുപാട് ഈ പഠന സംബന്ധമായിട്ട് ഒരുപാട് ക്ലേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് എന്തുകൊണ്ടാണെന്നുള്ളത് ഗ്രഹനില നോക്കൂ. ഇവിടെ ലഗ്നാധിപനായ രവി 12ൽ പോയി. 12ൽ പോയത് മാത്രവുമല്ല, ഈ ലഗ്നാധിപന് ഒട്ടും ബലമില്ലാതെ ശനി ദൃഷ്ടി ചെയ്യുന്നു. ഒന്നുകൂടി പറഞ്ഞുതരാം. ലഗ്നാധിപന് ഒട്ടും ബലമില്ലാതെ 12ൽ പോയി. അതായത് നമ്മൾ കൊച്ചിൻ്റെ രോഗത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് കൊച്ചി ഇങ്ങനെ ആയിരിക്കണത് നോക്കൂ. ലഗ്നാധിപനായ രവി 12ൽ പോയിട്ട് ശനി ദൃഷ്ടി ചെയ്യുന്നു. ശനി ദൃഷ്ടി ചെയ്യുമ്പോൾ ഈ പറയുന്ന പോലെ തന്നെ ബുദ്ധിയുടെ കാരകനാണ് ബുധൻ. 5ാം ഭാവം കൊണ്ടാണ് ബുദ്ധിയെ ചിന്തിക്കുന്നത്. 5ാം ഭാവാധിപൻ 11ലാണ്, പക്ഷെ കുഴപ്പമില്ല. പക്ഷെ 8ഉം ഭാവാധിപനും കൂടിയാണ് ഗുരു. ഇവിടെ 5ാം ഭാവാധിപൻ എന്ന് പറയുന്നത് 5 കൊണ്ടാണ് ബുദ്ധിയെ ചിന്തിക്കുന്നത്. ആ ബുദ്ധിയുടെ ഒരു കാരകനുണ്ട്. ആ കാരകൻ ബുധൻ 12ൽ പോയി. ശനിയുടെ ദൃഷ്ടി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ശനിയുടെ ദൃഷ്ടി വന്നിരിക്കുന്നു. അപ്പോൾ മാനസികമായിട്ട് ഇവർക്ക്, അതുമാത്രവുമല്ല നോക്കൂ, കുജൻ ശനിയെയും ദൃഷ്ടി ചെയ്യുന്നു. അതാണ് വേറെ തലത്തിലേക്ക് നമ്മൾ കണ്ടില്ലേ. ഒരു ജോലി നോക്കിക്കഴിഞ്ഞപ്പോൾ വേറെ തലത്തിലേക്ക് വന്നു, ഒരു രോഗം ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ വേറെ തലത്തിലേക്ക് വന്നു. ആ രവി മനക്കാരകനായ, അതായത് ഈ കുജൻ എന്ന് പറയുന്നത് ശനിയെയും ദൃഷ്ടി ചെയ്യുന്നു. ആ ശനി മനക്കാരകൻ, മനസ്സിൻ്റെ കാരകത്വം ചന്ദ്രനെയും ദൃഷ്ടി, നിൽക്കുന്ന രാശിയിൽ 10ലേക്ക് ദൃഷ്ടി.
ആ 10-ൽ നിന്നുകൊണ്ട് 7-ലേക്ക് ചന്ദ്രനെ ദൃഷ്ടി ചെയ്യുന്നു മനക്കാരകൻ. അതുമാത്രമല്ല കുജനും ബന്ധപ്പെടുന്നു. അതായത് ശനിക്ക് ലഗ്നാധിപനെയും ഈ ബുദ്ധിയുടെ കാരകനായ ബുധനെയും അതേപോലെ തന്നെ ശനിക്ക് നിൽക്കുന്ന രാശി കുജനെയും കുജന് നിൽക്കുന്ന രാശിയിൽ ചന്ദ്രനെയും ഈ ശനി എല്ലാ ഗ്രഹങ്ങളുമായിട്ട് വേണ്ടപ്പെട്ട ഗ്രഹങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നു. അതായത് ഈ കൊച്ചിന് ഉന്മാദക്കുറവ് ഉണ്ടായിരിക്കണു. കാരണം ഈ ശനിയുടെ ദൃഷ്ടി ചന്ദ്രന്റെ കുജന്റെ ദൃഷ്ടി ശനി ചന്ദ്രൻ ദൃഷ്ടി കൊണ്ട് മനസ്സ് നിയന്ത്രണമല്ല. കുറച്ച് കാലം മുമ്പായിട്ട് ഈ കൊച്ച് ഇപ്പോൾ സൈക്കാട്രിസ്റ്റിൻ്റെ ബുദ്ധിപരമായിട്ട് ഉന്മാദക്കുറവ് വന്നിരിക്കുന്നു. അതേപോലെ തന്നെ മെൻ്റലി കുറച്ച് എന്താ പറയുക ഒരു മാനസികമായിട്ട് ഡിപ്രഷൻ അടിക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ നിരന്തരമായിട്ട് ടാബ്ലറ്റ് ഉറക്ക ഗുളിക കഴിച്ചു കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുള്ള ഗ്രഹനിലയാണിത്. പക്ഷേ കർമ്മം നോക്കൂ. എന്നിരുന്നാലും കർമ്മ സ്വപ്രയത്നം കൊണ്ട് അവർ പഠിക്കുന്ന കോളേജിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ കുറച്ച് ദിവസം മറ്റേ ഈ ലീവ് എടുത്തിട്ട് അടുത്ത പോർഷനായിട്ട് ഒരു 6 മാസം ലീവ് എടുത്തിട്ട് അടുത്ത ക്ലാസ്സിന് പങ്കെടുക്ക്. അല്ലെങ്കിൽ എന്നിട്ട് നമുക്ക് കാരണം തനിക്ക് നല്ല കഴിവുണ്ട്, പക്ഷെ ഇപ്പോൾ റെസ്റ്റാണ് വേണ്ടത്. പക്ഷേ കൊച്ചു പറയുന്നത് എനിക്ക് പറ്റില്ല, എനിക്ക് എൻ്റെ ലക്ഷ്യം വലുതാണെന്ന് പറഞ്ഞുകൊണ്ട് എത്ര വലിയ തടസ്സങ്ങളായാലും ഗുളിക അത് നിയന്ത്രിച്ച് മുന്നോട്ട് പോകും. പക്ഷേ ഈ കൊച്ചിന് ഇപ്പോൾ മരണദുഃഖം, മരിക്കുക, എനിക്ക് ദൈവമില്ല ആരുമില്ല എന്നുള്ള സൂചന കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് മരിക്കണം ചിന്ത കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ലഗ്നാധിപന് ബലമില്ല 12-ൽ. അതുമാത്രമല്ല ശനിയുടെ ദൃഷ്ടി ചെയ്യുന്നു. ശനി കുജന് ബന്ധം അത്യന്ത ദോഷം വന്നിരിക്കുന്നു. കുജൻ ചന്ദ്രനെയും ദൃഷ്ടി, മനസ്സിൻ്റെ കാരകത്വം വഹിക്കുന്ന ചന്ദ്രനെയും ബുദ്ധിയുടെ കാര്യം വഹിക്കുന്ന ബുധനെയും എല്ലാം ശനി ദൃഷ്ടി ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ആകെ പ്രശ്നം. അതുമാത്രമല്ല കുജൻ നിയന്ത്രണത്തിൻ്റെ കാരകനാണ് ഗുരു. ആ കുജൻ ഗുരുവിനെയും ദൃഷ്ടി ചെയ്യുന്നു. അത്യന്തം ക്ലേശകരമായിട്ടിരിക്കുകയാണ്. കാരണം വെച്ചാൽ കൊച്ചു പറയുന്നത് മരിക്കണം എന്ന ചിന്തയാണ്. കാരണം ഇപ്പോഴുള്ള ചിന്ത കൂടുതലായിരിക്കണം. കാരണം എന്താ? ചാരവശാൽ 8-ലൂടെ 2025 മാർച്ച് 29 മുതൽ 2027 വരെ ലഗ്നാൽ 8-ലൂടെ ശനി സഞ്ചരിക്കുന്നു. മരണം, ദുഃഖം, വേർപാട് 8 കൊണ്ട് സൂചിപ്പിക്കുന്നു. ഇപ്പോൾ മരണചിന്ത, മരിക്കും എന്നുള്ള ചിന്തയോട് കൂടിയേ നിൽക്കുകയാണ്. അവരുടെ വീട്ടുകാർ പല നിയന്ത്രണത്തിലും ആണ് ഇപ്പോൾ. കാരണം വെച്ചാൽ കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ എന്നിരുന്നാലും കർമ്മഭാവം അത്യന്തം പവർഫുള്ളായിട്ട് നിൽക്കുകയാണ്. പക്ഷേ ഈ ഒരു പ്രശ്നം ഉള്ളത് കൊണ്ട് ജോലിയിൽ ഭാവിയിലേക്ക് ഒരു ബുദ്ധിമുട്ട് വരുമോ എന്നുള്ളതാണ് എന്നെ കൺസിഡർ. പക്ഷേ നമ്മൾക്ക് ഇതൊക്കെ ഈ കൊച്ചിൻ്റെ സ്വപ്രയത്നം കൊണ്ട് ഇവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ കൊച്ചിന് ഉന്നതി മേഖലയിലേക്ക് തന്നെ എത്താൻ പറ്റും തീർച്ചയായിട്ടും. കാരണം മെയ് കഴിഞ്ഞ് അതായത് 2025 മെയ് 15 കൂടി വ്യാഴം 11 ലാഭസ്ഥാനത്തേക്ക് വരും. അപ്പോൾ അവിടെ ലാഭസ്ഥാനത്തേക്ക് വന്നുകൊണ്ട് 5-ലേക്ക് ദൃഷ്ടിയുണ്ട്. നിൽക്കുന്ന രാശി 5-ലേക്ക് ദൃഷ്ടി, നിൽക്കുന്ന രാശി 3-ലേക്ക് ദൃഷ്ടിയുണ്ട്. അപ്പം നിൽക്കുന്ന രാശിയിൽ നിന്നുകൊണ്ട് അതായത് 5-ലേക്ക് ദൃഷ്ടിയുണ്ട്. അതായത് ഗുരു നിൽക്കുന്ന രാശി 7-ലേക്ക് ദൃഷ്ടിയുണ്ട്. അപ്പോൾ മെയ് കഴിഞ്ഞ് അനുകൂലമാണ്. അപ്പോൾ ഈ കൊച്ചിനോട് പറയാനുള്ളത്, നമ്മൾ എത്ര വലിയ ക്ലേശങ്ങളുണ്ടെങ്കിലും നമുക്ക് ടാബ്ലറ്റ് എന്നല്ല, നമുക്കൊരു കോൺഫിഡൻസ്, എൻ്റെ ലക്ഷ്യം എനിക്ക് വലുതാന്നുള്ളത്, എനിക്ക് എൻ്റെ ലക്ഷ്യം വേണം, എനിക്ക് വിജയിച്ച് മുന്നേറണം, എനിക്ക് എൻ്റെ രോഗം അല്ലെങ്കിൽ എൻ്റെ ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റ് എനിക്ക് ഒരു കാരണം വെച്ചാലും എനിക്ക് മുന്നോട്ട് വേണ്ട, മനസ്സിൽ പോസിറ്റീവ് ചിന്തയോട് കൂടിയിട്ട് മുന്നോട്ട് പോകുക. തീർച്ചയായിട്ടും നമുക്ക് ഉന്നതമായിട്ടുള്ള കാര്യങ്ങൾ ആ കൊച്ചിന് തീർച്ചയായിട്ടും കിട്ടും. ഇനി നമുക്ക് വിവാഹഭാവം നോക്കൂ. 7-ാം ഭാവത്തിൽ 12-ാം ഭാവാധി ചന്ദ്രൻ. ഈ ചന്ദ്രൻ 7 നിന്ന് കഴിഞ്ഞാൽ ഒരു ഗർവ്, വിനയക്കുറവ് വരുന്ന ഒരാൾക്ക് ഉണ്ടാകാം. അതുമാത്രമല്ല 5-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനുമായി ശനി, 5-ാം ഭാവാധിപനും 7-ാം ഭാവാധിപനുമായി ശനി എന്ന് പറയുന്നത് 5 ഗുരുവാണ്, 7-ാം ഭാവാധിപൻ ശനിയാണ്. അപ്പം 5-ഉം 7-ഉം 5-ഉം ഭാവാധിപൻ എന്ന് പറയുന്നത് ശനി ആയതുകൊണ്ട് ഇവിടെ 7-ാം ഭാവത്തിലേക്ക് ശനിയുടെ ദൃഷ്ടി വന്നിരിക്കുന്നു, ചന്ദ്രൻ്റെ ദൃഷ്ടി വന്നിരിക്കുന്നു. ശനി ചന്ദ്ര യോഗം വരുമ്പോൾ ഒരു ഒരു പ്രണയത്തിലേക്ക് അല്ലെങ്കിൽ ഒരു വിവാഹം കുറച്ച് വൈകാൻ സാധ്യതയുണ്ട്. പക്ഷേ ഈ ഒരു രോഗാവസ്ഥ അത് ഭാവിയിലേക്ക് ബാധിക്കുമോ എന്നുള്ളൊരു ടെൻഷൻ കൂടി ഈ കൊച്ചിനുണ്ട്. പക്ഷെ ഞാൻ ഈ കൊച്ചിനോട് പറയാനുള്ളത്, കാരണം മനസ്സ് ഉന്മാദക്കുറവുണ്ട്, ടാബ്ലറ്റ് കഴിക്കുകയാണ്, സൈക്കാട്രിസ്റ്റിൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നിരന്തരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ നിൽക്കുകയാണ്. പക്ഷെ കൊച്ചിന് മരിക്കണം എന്നുള്ള ചിന്തയോടുകൂടി മുന്നോട്ട് പോവുകയാണ്. അപ്പം ഞാൻ കൺസൾട്ട് ചെയ്തിട്ട് പോസിറ്റീവായിട്ടുള്ള അവരെ മാതാവിന് പോസിറ്റീവായിട്ട് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് വേറൊന്നും ചെയ്യാനില്ല. കാരണം കുറേ പരിഹാരങ്ങൾ ചെയ്ത് വഴിപാട് ചെയ്തിട്ട് കാര്യമില്ല. കൊച്ചിന് കുറച്ച് മെഡിറ്റേഷൻ, എക്സസൈസ്, യോഗ ഇത്യാദി കാര്യങ്ങളൊക്കെ ചെയ്ത് കൊച്ചിന് ഉറങ്ങിക്കിടക്കണം ഞാടി ഞരമ്പുകളൊക്കെ ഉത്തേജനം ചെയ്ത് കൊടുക്കാൻ, കൊച്ചിനൊന്ന് പ്രേരിപ്പിക്കാൻ ശ്രമിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും
നിങ്ങൾ ഈ ഗ്രഹനില പരം ഒന്നും കൂടി ഞാൻ പറയാം. എന്തുകൊണ്ടാണ് ഒരു ഗ്രഹനിലയിൽ അങ്ങനെ വന്നതെന്ന് വെച്ചാൽ ലഗ്നാധീനം ബലമില്ല, ബുദ്ധിയുടെ കാര്യം ബുധൻ 12-ൽ പോയി ശനി ദൃഷ്ടി ചെയ്യുന്നു, മനക്കാരകനെ ചന്ദ്രനെയും ദൃഷ്ടി ചെയ്യുന്നു. ആ കുജ ശനി യോഗം അത്യന്തം ഇത്തിരി പ്രശ്നമായിട്ടിരിക്കുന്നു. പക്ഷെ കർമ്മം ബലമാണ്, വിദേശത്താണ് കൊച്ചു നിൽക്കുന്നത്, കാരണം വിദേശ പഠനമാണ്. കാരണം ശനി കർമ്മകാരകൻ 10-ൽ നിൽക്കുകയാണ്. കർമ്മത്തിന്റെ കാരകൻ 10-ൽ നിന്നുകൊണ്ട് ആ കർമ്മത്തിന്റെ അധിപനായ ശുക്രൻ 11-ൽ ശുഭനായിട്ട് നിൽക്കുന്ന വ്യാഴമായിട്ട് യോഗം ചെയ്ത് നിൽക്കുമ്പോൾ വിദേശത്ത് തന്നെ ജോലി. അപ്പം അപ്പോൾ തീർച്ചയായിട്ടും ഈ കൊച്ചു ശ്രദ്ധിക്കേണ്ടത് എന്ന് പറയുന്നത് എന്താ ഈ സമയം ഈ 2.5 വർഷത്തോളം കാലയളവ് ഈ 8-ലൂടെ വരുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക, അനാവശ്യ ചിന്തകൾ മുന്നോട്ട് പോവുക. കാരണം നമ്മളെ സമൂഹം എന്ന് പറയുന്നത് നെഗറ്റീവ് കൊണ്ട് നിറഞ്ഞി നിൽക്കുന്നതാണ്. വിവാഹം ഒന്നുമല്ല നമ്മുടെ പ്രശ്നം, നമ്മുടെ സമൂഹം എന്ന് പറഞ്ഞ നെഗറ്റീവ്. ഒരാൾ നല്ല വാക്കുകൾ പറഞ്ഞ് നമ്മളെ മുകളിലേക്ക് കയറ്റാൻ തരില്ല, ഒരു പൊട്ടക്കുഴിയിൽ കിടക്കുന്ന ആളെ പിടിവള്ളി ഇട്ട് തരത്തില്ല തീർച്ചയായിട്ടും. കാരണം നമ്മൾ തളർന്നു കിടക്കുന്ന തലയ്ക്ക് വീണ്ടും അടിക്കുന്ന കാലഘട്ടമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഒരു കാരണവശാലും ഈ കൊച്ച് ആരുടെയും അതായത് നെഗറ്റീവ് എന്നുള്ള ചിന്ത മാറ്റി വെക്കുക, മനസ്സിലേക്ക് കോൺഫിഡൻസ് മനോധൈര്യം കൊണ്ടുവരിക. നമ്മുടെ മനസ്സിൻ്റെ താക്കോലി എന്ന് പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. അത് നമ്മൾ വിചാരിച്ചാൽ മാത്രമേ അതിനൊരു എന്താ പറയുക അത് തുറക്കാം, ആ മനസ്സിൻ്റെ പോസിറ്റീവ് ചിന്ത തുറക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഉപബോധ മനസ്സിലേക്ക് നല്ല പോസിറ്റീവായിട്ട് ചിന്ത കൊടുക്കുക. ഇനിയും അതായത് റിസർച്ച് ചെയ്യാൻ വേണ്ടി പുതിയ ഒരു അടുത്ത മേഖലയ്ക്ക് ഇത് കഴിഞ്ഞാൽ അടുത്ത മേഖലയിലേക്ക് എന്താണോ നിങ്ങൾക്ക് ഈ കൊച്ചിന് ഏത് വിഷയമാണോ അടുത്ത ഈ ബ്ലഡ് പരമായിട്ട് പുതിയ രോഗങ്ങൾ കണ്ടുപിടിക്കാൻ അതിനൊക്കെ താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് അതിലേക്ക് ഇറങ്ങിത്തിരിക്കുക. ഒരു കാരണവശാലും ടെൻഷൻ അടിക്കാതെ അനാവശ്യ ഈ ഗുളികളൊക്കെ നമുക്ക് ഇപ്പോൾ നമ്മൾ വിചാരിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ ഗുളിയായാലും നമുക്ക് മാറ്റം വരുത്താൻ പറ്റുമെന്ന്. ഗുളിയൊന്നും നമ്മുടെ ജീവിതത്തിലേക്ക് ജീവിതാലംബരം വേണ്ട. പക്ഷെ നമ്മൾക്കൊരു ദൃഢപ്രതിജ്ഞ വേണം. എനിക്കെൻ്റെ ലക്ഷ്യമാണ് വലുത്, എനിക്ക് എൻ്റെ കരിയർ വലുതാക്കണം, അതുകൊണ്ട് ഞാൻ തുനിഞ്ഞിറങ്ങും, എനിക്ക് പൂർണ്ണമായിട്ട് എൻ്റെ രോഗത്തെ എനിക്കത് വെല്ലും, ആ രോഗം എനിക്ക് മാറ്റം വരും എന്നുള്ള കോൺഫിഡൻസോട് കൂടിയിട്ട് പോവുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഈ ചെറിയൊരു വീഡിയോസിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോസുമായിട്ട് വീണ്ടും വരുന്നവരെ നന്ദി, നമസ്കാരം.